പ്രിയപ്പെട്ട മാതൃമണ്ഡലം പ്രവർത്തകരെ, മറ്റെല്ലാ ആത്മബന്ധുക്കളെ, നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ഞായറാഴ്ചകളിലായി നമ്മുടെ മാതൃമണ്ഡലത്തിൻ്റെ അങ്ങനെ യാദൃശ്ചികമായി തുടങ്ങിയതാണ്. അങ്ങനെ എല്ലാ ആഴ്ചയും തുടങ്ങാൻ വേണ്ടി വിചാരിച്ച് തുടങ്ങിയതല്ല. അതങ്ങനെയാണല്ലോ, ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളങ്ങനെ പിന്നെ അതങ്ങനെ പോവുകയാണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ. അങ്ങനെ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഗുരു നേരത്തെ കൂട്ടിയതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ഇതിങ്ങനെ അറിയാതെ അതാ ഗുരു പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ കർമ്മങ്ങളും നിങ്ങൾ അറിയാതെ അത് ഒഴുകി എത്തണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഗുരു പറഞ്ഞത്. അങ്ങനെ നമ്മളറിയാതെ ഒരു കാര്യം ഇങ്ങനെ അതുപോലെയാണ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളിപ്പം എന്താ പറയുക, ഒരു 4-ാമത്തെയാണെന്ന് തോന്നുന്നു അല്ലേ? 4-ാമത്തെയാണ്, ഒരു മാസം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അതിൽ സ്ത്രീകൾക്ക് മാത്രമല്ല നമ്മളെല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മളതിൽ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ആണെങ്കിലും തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ആഴ്ചകളിലും നമ്മൾ ഇത്രയും പേരൊക്കെ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഗുരുവിനൊരു സന്തോഷമാണ്. അതാണ് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിങ്ങനെ കുറച്ച് ആളുകൾ ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേര് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അല്ല അതല്ല, ഇങ്ങനെ വരൂല ചിലപ്പം സത്സംഗം ഇല്ലെങ്കിൽ. അപ്പം നമ്മൾ വരും, നമ്മളുടെ പല കാര്യങ്ങൾക്ക് വന്നു പോകും, അങ്ങനെയൊക്കെ പോകും. പക്ഷെ അല്ലാതെ നമ്മളൊരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വരുന്നതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഗുരുവിന് സന്തോഷം. ഗുരുവിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിപരമായി വരുന്നതാണ്, നമ്മുടെ ഒരു കാര്യത്തിന് വരുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്ന് വരുന്ന പറയുമ്പോഴും അതിലുപരിയായിട്ട് നമ്മുടെ ഒരു കൂട്ടായ്മ അല്ലേ, നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ചിരുന്ന് നമ്മൾ വലിയ ഞാൻ പറയുന്ന വലിയ അറിവുകളൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മളതൊന്നുമല്ല. ശരിക്കും നമ്മൾ ഗുരുവിനോടൊപ്പം ചേർന്ന് ഇരുന്ന് നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുകയാണ് ശരിക്കും. അതാണ് സത്സംഗം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന അറിവുകൾക്ക് അപ്പുറത്തേക്ക് ഇതിപ്പോൾ നമുക്ക് അറിയുന്നതായിരിക്കാം, ചിലപ്പോൾ അറിയാത്ത. എന്തായാലും നമ്മളിവിടെ വരുന്നത് ശരിക്കും നമ്മൾ കൂടിയിരിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ നമ്മളറിയാതെ നമുക്ക് കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരു പരിവർത്തനം വരുന്നുണ്ട്. അതാണ് സത്സംഗം എന്ന് പറയുന്നത്. വാക്കുകൾക്ക് നമ്മൾ പറയുന്ന ആളുടെ വാക്കുകൾക്ക് അതീതമായിട്ട് അവിടെ ഗുരുവിൻ്റെ ഒരു ശക്തിയോടെ പ്രവർത്തിക്കും. അപ്പോൾ വന്നവരെ തിരിച്ചു പോകുമ്പോൾ അവർ വന്ന ആളല്ല തിരിച്ചു പോകുന്നത് അല്ലേ, നമ്മുടെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. വരുമ്പോൾ ഉള്ള ആളല്ല നമ്മൾ. അങ്ങനെ ഓരോ വട്ടാതെ ഗുരു എപ്പോഴും നിങ്ങൾ വന്നും പോയി ഇരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി? നമ്മൾ വന്നും പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വന്നും പോകുന്ന സമയത്ത് നമ്മളല്ല തിരിച്ചു പോകുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ വന്നും പോകുമ്പോൾ നമ്മളിലുള്ള എന്താ പറയുക, ആ ശരിയായ ഒരു എന്താണ് പറയുക, ഒരു കർമ്മം നമ്മുടെ ഓരോ ജീവനിലുണ്ട്. അതിങ്ങനെ തെളിഞ്ഞ് വരികയാണ്. അതിന് തെളിയിക്കുന്നതിൽ ഏറ്റവും വലിയൊരു കർമ്മമാണ് ഈ സത്സംഗം എന്ന് പറയുന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം നമ്മളുടെ ജീവന് ഒതുങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ ആദ്യം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ വീടുകളിലെ പ്രാർത്ഥന എങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ വിഷയം നമ്മുടെ ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ്, ആഹാരം അടുക്കളയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ കുറേ സംസാരിച്ചു. എത്ര സംസാരിച്ചാലും തീരാത്ത വിഷയമാണ്. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് എങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും വെക്കുന്ന കാര്യമല്ലേ. കുറച്ച് കഴിഞ്ഞാൽ വിശക്കില്ല നമുക്കല്ലേ. ഇപ്പോൾ രാവിലെ കഴിച്ചാൽ ഉച്ചയ്ക്ക് വിശക്കും. അപ്പോൾ ഒരു നേരം മാത്രം കഴിക്കുകയാണെങ്കിലോ അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മുറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അത് നമ്മുടെ ജീവൻ്റെ ഒരു ആഹാരം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം അല്ലേ. നമ്മൾ ജീവൻ ആഹാരം കിട്ടണമെങ്കിൽ അടുക്കള പോയി കഴിച്ചാൽ കിട്ടുമോ? അപ്പം ജീവൻ്റെ ആഹാരമാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ് എടുത്തത് അല്ലേ. അപ്പം നമ്മുടെ ജീവൻ എന്ത് വേണം? ജീവന് വളരണ്ടേ. നമ്മൾ ശരീരം ഇങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടിട്ട് വളർന്നിട്ടില്ലേ, വളരണ്ടെന്നല്ല, വളരണം. അതോടൊപ്പം ശരിക്കും നമ്മുടെ ജീവന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ 2 സത്സംഗങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അതെന്താണ്? അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ പൂജാമുറിയാണ് അവിടുന്ന് അത് കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്താണ്? അടുക്കള വേണ്ടല്ലേ, ഭക്ഷണം. അപ്പോൾ ഈ
ശരീരത്തിൻ്റെ വളർച്ചയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ചുമരുണ്ട ചിത്രം വരയ്ക്കാൻ പറ്റില്ല, ശരീരം വേണം. ശരീരമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ശരീരം വേണ്ടേ. അപ്പം നമ്മുടെ ജീവൻ്റെ ആ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞാണ് അല്ലേ, നമ്മൾ പ്രാർത്ഥനയുടെ ഒരു എത്ര നേരം പ്രാർത്ഥിക്കാം നമ്മൾ? 2 തവണ 2 നേരം അല്ലേ. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന ചിലപ്പോൾ ഞാൻ ഒരുപാട് നേരങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനാണ്. നമ്മൾ അപ്പോൾ നമ്മുടെ ഈ എന്താണ്, അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ആഹാരം, അതാണ് ഗുരു എന്ത് ചെയ്ത് നമ്മുടെ അന്നദാനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം ഗുരു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്, എങ്ങനെ നമ്മളെ ജീവൻ്റെ ആഹാരമാക്കി മാറ്റാം, അതാണ് നമ്മുടെ വിഷയം. അല്ലാതെ നമ്മുടെ ജീവൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ചെയ്യുന്നവർക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരുപാട് സമയം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് ആ ജീവൻ്റെ ആഹാരമാക്കി, അത് ഏത് പ്രവൃത്തിയാണോ, ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നതായ പ്രവൃത്തിയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. ബാക്കിയെല്ലാം നമ്മൾ അത്ര കിട്ടാൻ സാധ്യത കുറവാണ്. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കും, മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതല്ല നമ്മളോരോ. ഇത് പറഞ്ഞാൽ ശരിക്കും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭക്ഷണം നമ്മളെങ്ങനെ നമ്മുടെ ജീവൻ്റെ ആഹാരമാക്കി മാറ്റാം, അതിനെക്കുറിച്ചുള്ള കാര്യം. അപ്പോൾ അതിൽ ഗുരു പറഞ്ഞിരിക്കുന്ന ആദ്യം എന്താ, നമ്മളെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുമല്ലോ രാവിലെ. അപ്പോൾ നമ്മൾ ഗുരു പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പ്രഥമ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂജാമുറിയാണ്. അപ്പോൾ നമ്മുടെ ആശ്രമത്തിലായാലും അങ്ങനെ തന്നെ. ആദ്യം നമ്മളെ പ്രാർത്ഥനാലയത്തിന്, രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന അടുക്കളയ്ക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ അങ്ങനെ തന്നെ വേണം. നമ്മൾ ആദ്യം നമ്മുടെ പ്രാർത്ഥന കാര്യങ്ങൾ നമ്മൾ തിരികൊളുത്തി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രാർത്ഥന മുഴുവനായിട്ട് നമുക്ക് ഇപ്പോൾ രാവിലെ 5 മണിക്ക് നമ്മൾ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനാഞ്ജലികളൊക്കെ നമുക്ക് കാണാതെ അറിയാമല്ലോ മിക്കവാറും. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ എവിടെ വരുന്നു, അടുക്കളയിൽ നമ്മൾ വരുന്നു. അടുക്കളയിൽ വന്ന് നമ്മൾ തിരി കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ രണ്ടാമത്തെ ഒരു കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആശ്രമിച്ച് കഴിഞ്ഞാൽ അതേ രീതി തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളങ്ങനെയാണ് ചെയ്യാറ്. അടുക്കളെല്ലാം വൃത്തിയാക്കി, ആശ്രമം ചെയ്യുന്നുണ്ട്, എല്ലാം തുടച്ച് വൃത്തിയാക്കി പിറ്റേ ദിവസം രാവിലെ നമ്മൾ വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെ ഉണ്ടാവും, ചില പ്രാർത്ഥനകളൊക്കെ ചിലപ്പോൾ കഴുകാതൊക്കെ ഇരിക്കുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ അങ്ങനെ ഉണ്ടാവുന്നില്ല, ഞാൻ പറയുകയാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് അടുക്കളയും പൂജാമുറിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം വൃത്തിയാക്കൂലേ. നമ്മളത് പൂജാമുറിയുടെ നമുക്ക് ഭയങ്കരമായൊരു കരുതായിരിക്കും. അവിടെ ഒരു കുറവ് വരാൻ നമ്മൾ ഒരിക്കലും സാധാരണഗതിയിൽ നമ്മളതിന് ചെയ്യാറില്ല. പക്ഷെ ബാക്കി എല്ലാതും നമ്മൾ ഒരുപാട് ഇളവുകൾ കൊടുക്കും. ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ എത്രയോ ദിവസം ഇങ്ങനെ കൂട്ടി വെക്കുന്ന സ്വഭാവമുണ്ട് ചില സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും അല്ല. അപ്പോൾ അതൊക്കെ മാറ്റമുണ്ട്. അതുപോലെ ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് ആഹാരം ബാക്കി വരും, മനസ്സിലായില്ലേ. അതുണ്ടാവും, അത് ബാക്കി അവിടെ ഉണ്ടാവും, പിന്നെ പാത്രങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ പല രീതിയിലൊരു ഡിസോർഡറായിട്ടൊക്കെ പല സ്വഭാവത്തിൽ കിടക്കും. അപ്പോൾ നമ്മൾ ഇപ്പം ആഹാരം എന്ന് പറയുന്നത് അതൊരു നമ്മുടെ ജീവൻ്റെ ആഹാരമാകണമെങ്കിൽ അതെന്തായി മാറണം, അതൊരു പ്രസാദമായിട്ട് മാറണം, മനസ്സിലായില്ലേ. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ ഈ കഴിക്കുന്ന ആഹാരം ഇത് പ്രസാദമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ആശ്രമത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം കൃത്യമായിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ആഹാരം നമ്മൾ ചായ ഇടുന്ന സമയത്തായി നമ്മൾ എന്തായിക്കോട്ടെ, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ കഴിഞ്ഞ തവണ ഞാനൊരു കാര്യം പറഞ്ഞു, ഭീഷ്മപിതാമഹൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അദ്ദേഹം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ
കുറച്ച് ആൾക്കാർ വരാത്തപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. അദ്ദേഹം അങ്ങനെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പഞ്ചപാണ്ഡവരും ദ്രൗപദിയും പാഞ്ചാലി എല്ലാവരും കൂടി വന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഉപദേശം കൊടുക്കുന്ന സമയത്ത് ഭീഷ്മപിതാമഹൻ പാഞ്ചാലി ചോദിക്കും. ഞാൻ സ്പീഡ് പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ടാണ്, കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലിങ്ക് കേൾക്കാൻ വേണ്ടി ഞാനത് പറയുന്നു. അപ്പോൾ അന്ന് ആ ഒരു ആ ചൂതുകളിയിൽ തോറ്റ് അല്ലേ, അവസാനം പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്തല്ലോ. ആ സമയത്ത് ഭീഷ്മപിതാമഹൻ അങ്ങ് ഇപ്പോൾ ഒരുപാട് വേദാന്തമൊക്കെ പറയുന്നുണ്ടല്ലോ, ശരശേരി കിടക്കുക, അപ്പം എങ്ങനെ ജീവിക്കണോ അങ്ങനെ കുറേ കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ദ്രൗപദി ചോദിക്കുക, അന്ന് എന്നെ ആ കൗരവന്മാർ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ അങ്ങ് എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹത്തിൻ്റെ ആരുടെ കൂടെ അവർ ജീവിക്കുന്നത്, ഭീഷ്മപിതാമഹൻ കൗരവരുടെ കൂടെയല്ലേ. അവരെന്ന് പറഞ്ഞാൽ ഈ ഒരു ആളുകളെ പറ്റിക്കാൻ മനസ്സിലായില്ല, ഒരു ചതിയിലൂടെയാണ് ഇതൊക്കെ ഒരു കീഴ്പ്പെടുത്തി. അപ്പോൾ ആ രീതിയിൽ അവരുടെ കൂടെ ആയതുകൊണ്ടും അവരുടെ ആഹാരമാണ് ആര് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഭീഷ്മപിതാമഹൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആഹാരം വെക്കുന്നതും അങ്ങനെയുള്ള ആളുകളായിരിക്കും, മനസ്സിലായില്ലേ. അപ്പോൾ ആ ആളുകളുടെ വികാരങ്ങൾ എന്ത് ചെയ്യും, ഈ ആഹാരത്തിലേക്ക് സംക്രമിക്കുന്നവർ ഇതിലേക്ക് കൂടിച്ചേരും. അവരാണ് അങ്ങനെയുള്ള ദുഷ്ടന്മാരാണ് ഈ ആഹാരം ഉണ്ടാക്കുന്നത്. മനസ്സിന് ഒരു നന്മയില്ലാത്ത മനസ്സിനൊരു ആ രീതിയിൽ ആളുകളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ചിന്താഗതിയുള്ള ആളുകൾ അത് വച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ആഹാരത്തിലേക്ക് ഇത് പകരും. അപ്പോൾ അത് അങ്ങനെ കഴിച്ച് വർഷങ്ങൾ കഴിച്ച് എൻ്റെ ചിന്തകളൊക്കെ ആ നന്മ നിറഞ്ഞ എൻ്റെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവർക്കെതിരെ ഭയങ്കര ഒരു വാക്കുപോലും ഉരിയാടാൻ പറ്റിയില്ല, മനസ്സിലായോ. അപ്പം ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞത് അതാണ്. അപ്പം നമ്മുടെ ഈ ചായ ഇടുമ്പോഴായാലും നമ്മൾ ഏത് ആഹാരം പാകം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സ് എങ്ങനെ സഞ്ചരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കർമ്മം അതിൻ്റെ ഫലം കിട്ടുന്നു. നമ്മളെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന കഴിക്കുന്നു, നമ്മളെല്ലാവരും ഓരോ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് നമ്മുടെ മനസ്സ് ഏത് സങ്കല്പത്തിലാണോ നിൽക്കുന്നത് ആ സമയത്ത്, ചിലപ്പോൾ നമ്മുടെ ഒരു വീടാകുമ്പോൾ പല സ്വഭാവത്തിലുള്ള പ്രതിസന്ധികളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. കുട്ടികളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ മറ്റ് സാമൂഹികമായ പ്രശ്നങ്ങളല്ലേ, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ പല നമുക്ക് ഒരു സാമൂഹിക ജീവിയാണ്, നമുക്ക് പല കമ്മിറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും നമ്മുടെ പ്രധാനമായും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കരുക്ക് അരിയുമ്പോഴൊക്കെ തന്നെ നമ്മുടെ അരിയുന്നേ നമുക്കുള്ളൂ. നമ്മുടെ ചിന്തകളൊക്കെ പലതായിരിക്കും, മനസ്സിലായില്ലേ. പല നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് കൂടുതൽ. പോസിറ്റീവ് എന്തായാലും ഉണ്ടാവില്ല, അതുറപ്പാണ്. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടാവും. അപ്പോൾ ഈ കറിക്കരിയുന്ന ഈ ചിലപ്പോൾ ആ കറി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ആ വെച്ച ആളുടെ മനസ്സിൻ്റെ നമ്മൾ കൈപ്പുണ്യം എന്നൊക്കെ പറയില്ല. നമ്മൾ ചില ആൾക്കാർ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ കൈക്ക് പുണ്യമുണ്ട്, കൈ പാപം എന്ന് പറയേണ്ടി അങ്ങനെയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, എല്ലാത്തിനും രണ്ട് വശം ഉണ്ടാവില്ലോ. ഇപ്പം ചില ആൾക്കാർ നല്ല വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പിന്നെയും കോരി കഴിക്കാൻ തോന്നും. കാരണം അവരുടെ മനസ്സിൻ്റെ ഒരു നിറവാണ്, മനസ്സിലായില്ലേ. അവരുടെ ആ ഒരു ആത്മസമർപ്പണമായിട്ട് അവർ എന്താ പറയുക, ആ ഒരു ആ രീതിയിലാണ് അവരത് ഉണ്ടാക്കുന്നത്. അവർ എന്ന് പറയുന്നത് അതിൽ ചിലപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അതെന്താ, അത് അവരുടെ ഒരു കൈപ്പുണ്യമാണ്. അത് ഞാൻ ഇവിടെ ഒരു കഥ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ചെന്ന സമയത്ത് ഉദ്ധവരുടെ പത്നിയാണെന്ന് തോന്നുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ കറക്റ്റ് ആലോചിക്കുന്നില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ വന്ന സമയത്ത് ഇവർക്ക് ശ്രീകൃഷ്ണൻ പഴം കൊടുക്കുകയാണ്. പഴം കൊടുക്കുന്ന സമയത്ത് ആ ഭക്തിയിൽ ഇവർ മറന്നുപോയി. ഇവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പഴത്തിൻ്റെ തൊലിയാണ് കൊടുക്കുന്നത്, സൂര്യച്ചിട്ട് പഴമല്ല കൊടുക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അതെല്ലാം കഴിക്കും, നമ്മളാണ് കഴിക്കില്ല. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഭർത്താവ് വരുന്നത്.
അപ്പം ഇത് കണ്ടിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് നീ എന്താ ചെയ്ത് ശ്രീകൃഷ്ണൻ അങ്ങനെ പഴത്തൊലിയാണോ കൊടുത്ത് അങ്ങനെ പറഞ്ഞ ചീത്ത പറയണം, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറയാം. അങ്ങനെ അവർ പോയിട്ട് ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കും. അപ്പം അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ എന്താ പറയുക, ആ ഭക്തിയോടുകൂടി അങ്ങയുടെ പത്നി എനിക്ക് ആ പഴത്തൊലി എന്നതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല നിങ്ങൾ പിന്നുണ്ടാക്കിയ ഭക്ഷണത്തിന്. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നാണ്. അപ്പോൾ ആ ഭക്തിയിൽ അവർക്ക് നമ്മളെ വീട്ടിൽ ഗുരു എന്നാൽ അറിയാലോ നമ്മുടെ സ്ഥിതി, നമ്മളെന്താ ചെയ്യുക, നമുക്കൊരു സരകാര ബോധം ഉണ്ടാവില്ല. അറിയിച്ചിട്ടൊന്നല്ലല്ലോ പണ്ടൊന്നും വരുന്നത് ഇപ്പോഴൊക്കെ. അപ്പോൾ ഇതിങ്ങനെ പഴത്തിന് പകരം തൊലിയാണ്, ഇങ്ങനെ പഴം ഒടിച്ചിട്ട് ഇങ്ങനെ ഉരിഞ്ഞു കൊടുക്കാൻ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ തൊലിയാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ അത് കഴിച്ച്. പക്ഷെ ആ ഭക്തയുടെ മനസ്സിൻ്റെ ആ സന്തോഷമാണ് അതിൽ, ടേസ്റ്റ് അല്ല. പക്ഷെ അതിന് ടേസ്റ്റ് ഉണ്ടാവും, നമ്മളില്ലാന്നല്ല, അതിന് ആ പഴത്തിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നിർബന്ധിച്ച് അവരെ കുറ്റമൊക്കെ ചീത്തയൊക്കെ വിളിച്ചിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിനെന്തില്ല, അത്രത്തോളം ആയില്ല എന്ന് പറഞ്ഞു. ടേസ്റ്റ് രുചിയില്ല എന്നല്ല. അപ്പം അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഭാവനകളാണ്, മനസ്സിലായില്ലേ. അപ്പം അത് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എന്താണ് അതിലേക്ക് ആ കൈപ്പുണ്യം, കൈപ്പുണ്യം എന്ന് പറഞ്ഞത് നമ്മൾ ആ കൈപ്പുണ്യം. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ജീരകവെള്ളം കുടിച്ചാൽ നമുക്കൊരു ഹോർലിക്സ് കുടിച്ച ഉന്മേഷം ഉണ്ടാകും. ചില സ്ഥലത്ത് ഹോർലിക്സ് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ഉന്മേഷം കിട്ടില്ല. അത് ഹോർലിക്സിൻ്റെ കുഴപ്പമൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് ആ ഒരു വ്യക്തിയുടെ എന്താണ് അതിലെന്ത് ചേരുന്നുണ്ട്, അതിലേക്ക് ഒരു സ്നേഹം അതിൽ ചേരുന്നുണ്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് വാക്ക്. ഭക്തിയുടെ അപ്പുറത്ത് ഒരു സ്നേഹം ആ ഭക്ഷണത്തിലേക്ക്, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഭാവമാണല്ലോ. അതാണ് അങ്ങനെ അതിൻ്റെ ഒരു ഗുരു പറയുന്നത്. അപ്പോൾ അതിൽ സ്നേഹം ഭക്തിയിൽ നിന്നൊരു സ്നേഹം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്നേഹം കൂടി നമ്മൾ ചേർക്കുന്നത്, നമ്മളറിയാതെ ചേരുമ്പോഴാണ് അതിനൊരു രുചി വരുന്നത്, അല്ലേ? ഇല്ല എന്ത് സംഭവിക്കും, ഭർത്താവൊക്കെ ക്ഷീണിച്ച് വന്ന് ചായ കുടിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കണ്ടില്ലേ, നമ്മുടെ വീട്ടിലേക്ക് ആരും വന്നില്ല, ഭർത്താവൊന്നുമില്ല. അപ്പോൾ അവരെ ആശ്രമത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇത്രയും ടേസ്റ്റ് വരാനുള്ള കാരണം എന്താ? അത് അവരുടെ ആ പ്രാർത്ഥനയും അത് ചെയ്യുന്ന ആളുടെ ഒരു മനസ്സുമാണ്. പ്രാർത്ഥന മാത്രം പോരാ, ഭയങ്കര പ്രാർത്ഥന എന്തായാലും ചില വീട്ടിൽ ഭയങ്കര പ്രാർത്ഥനയും ചിട്ട, പക്ഷെ സ്നേഹമില്ലെങ്കിൽ എന്ത് പറ്റും? പ്രാർത്ഥന ചില വീടുകളിലൊക്കെ അതിശക്തമായ ചില ചിട്ട ഭയങ്കരമായിരിക്കും, ഒരു കിട്ടുകിട്ടാവരുണ്ടാവില്ല. പക്ഷെ എന്തുണ്ടാവില്ല, അതിന് മാത്രമേ ഉള്ളൂ, സ്നേഹം ഉണ്ടാവില്ല. അപ്പോൾ ആ സ്നേഹം ഇല്ലെങ്കിൽ എന്ത് ചോദിച്ചാൽ പറ്റുമെന്ന് വെച്ചാൽ ഇവരെല്ലാം കറക്റ്റായിരിക്കും, അളന്ന് മുറിച്ച് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ നമ്മളൊരു നിയമാവലിയിൽ നിന്ന് അങ്ങനെ ചെയ്യുന്ന അതിൽ എന്തെങ്കിലും അണുകിട പോലും മാറില്ല. പക്ഷെ എന്തുണ്ടാവില്ല, അവിടെ സ്നേഹം ഉണ്ടാവില്ല. സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചതിൽ എന്തുണ്ടാവില്ല, ആ ഒരു ഗുരുവിൻ്റെ ഒരു നിറവ് നമുക്ക് കിട്ടൂല. നമ്മുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സ് നിറയില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വയറ് നിറയില്ലേ, പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ പറഞ്ഞു എന്താ, ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ വയറ് മനസ്സും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ നിങ്ങളുടെ ജീവൻ്റെ ആ ആഹാരം കഴിച്ചപ്പോൾ എന്തായി, ആ ജീവൻ്റെ ആഹാരമായി അത് മാറിയിട്ടുണ്ട്. അപ്പോൾ വയറ് മാത്രമാണ് നിറയുന്നതെങ്കിൽ എന്തില്ല, ജീവൻ ഒരിക്കലും നിറയുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഞാനീ പറയുന്നതൊക്കെ ഇങ്ങനെ പഠിച്ച് പറയുന്നതല്ല കേട്ടോ, ഓരോ ഗുരു ഇങ്ങനെ തരും, ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ ഓർമ്മയിലുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതിങ്ങനെ ലിങ്ക് ചെയ്ത് വരികയാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോൾ നിറയുന്നുവോ വയറ് മാത്രം. അപ്പം നമ്മളെ വീടുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ആശ്രമത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയും. അത് ഞാൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ രുചി അവരെ മനസ്സിന്ന് അവരെ നാവിന്ന് മാറാത്ത എന്തുകൊണ്ടാണ്, ആ ഭക്ഷണം അവരെ ജീവനിൽ ആ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആശ്രമത്തിലൊക്കെ വന്ന് കല്യാണത്തിന് പങ്കെടുത്ത ആൾക്കാരൊക്കെ, പുറത്തുള്ള ആൾക്കാർ, അവർ പറയും നിങ്ങളുടെ ആശ്രമത്തിലെ ഭക്ഷണം ഉണ്ടല്ലോ ഗംഭീര ഭക്ഷണേ. അതിന് നമുക്ക്, പക്ഷെ അവിടെ ആശ്രമത്തിൻ്റെ ആശയത്തെക്കുറിച്ചൊന്നും അവർക്കൊന്നും അറിയില്ല.
അവർ ചിലപ്പോൾ 2-3 മണിക്കൂറേ സ്പെൻഡ് ചെയ്യുള്ളൂ ആ കല്യാണത്തിനൊക്കെ വന്നത്. പക്ഷെ അവർ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാൽ അവർ പറയും ഇപ്പോഴും ആ പായസത്തിൻ്റെ രുചി മാറിയില്ല എന്ന് പറയും. അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു പായസം എന്തെങ്കിലും പറയും അവർ ഭക്ഷണത്തിൻ്റെ. അതെന്തുകൊണ്ടാണ്? അത് ആ ഭക്ഷണം അവരുടെ ആ പ്രസാദമായിട്ട് അവരുടെ ജീവനിലേക്ക് അത് അലിഞ്ഞു ചേർന്നു. അതെത്ര കഴിഞ്ഞാലും മറക്കൂല. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കും, ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം നമ്മൾ ചിന്തിച്ചു നോക്കും, വീട്ടിൽ നിന്ന് നമ്മുടെ മനസ്സിന് എന്തില്ല, ആ ജീവനൊരു തൃപ്തി കിട്ടുന്നില്ല. വായിക്ക് നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റല്ലേ, ആ രുചിയായിട്ട് നമ്മൾ കഴിച്ച് നമ്മൾ പോകുന്നതല്ലാതെ നമ്മുടെ മനസ്സിനൊരു തൃപ്തി കിട്ടാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ കഴിക്കുന്ന ഈ ആഹാരം കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം രക്തമായി, മജ്ജയായി, മാംസമായിട്ട്, അതാ ഗുരു പറയണം, നിങ്ങൾ ഈ ആഹാരം കഴിക്കുന്ന സമയത്ത്, ആ ഭക്ഷണം വെക്കുന്ന സമയത്ത് നമ്മുടെ പ്രത്യേകിച്ച് ഭക്ഷണം വെക്കുന്ന സ്ത്രീകളാണല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ ആ സങ്കല്പം എന്തായിരിക്കണം, ഇത് കഴിക്കുന്ന എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും കുട്ടികളും അവർക്ക് എന്തുണ്ടാവണം? അവരുടെ ഗുരു പറഞ്ഞിരിക്കുന്ന അവരുടെ അഹന്ത നശിച്ചു പോണേ, മനസ്സിലായില്ല? അവരുടെ ആ ചിന്താഗതി ഗുരുവിൻ്റെ ഇച്ഛക്കത്ത് പ്രവർത്തിക്കാനുള്ള ഒരു ശാരീരിക മാനസികമായ ഒരു ആരോഗ്യം അവർക്ക് ഉണ്ടാകണം, മനസ്സിലായില്ലേ? നമ്മുടെ ഈ ഭക്ഷണമുള്ള നമ്മുടെ മനസ്സിൻ്റെ ആ ആഹാരമായിട്ട് ജീവൻ്റെ ഒരു കർമ്മമായിട്ട് ഇത് എന്തായി തീരണം? അത് നമ്മുടെ എനർജിയായിട്ട് തിരിച്ചു വരണ്ടേ? ആ ഒരു ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റണേ അവർക്ക് ഈ ഗുരുവിൻ്റെ പ്രസാദമായിട്ട്. അങ്ങനെ ഒരു സങ്കല്പത്തോടു കൂടി നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുട്ടികളുടെ ആ ജീവൻ്റെ കർമ്മഗതി പോലും മാറിപ്പോവും, മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സമ്പ്രദായം വേറെ എവിടെയില്ല, ലോകത്ത് എവിടെയില്ല. ആഹാരം കഴിച്ചിട്ട് ജീവൻ്റെ കർമ്മഗതി മാറ്റുക അല്ലേ? അപ്പം എന്താണ് ഗുരു ചെയ്യുന്നത്? ആ ഭക്ഷണത്തിന് അത്രയും ഒരു പ്രാധാന്യം. അതാണ് ഗുരു അന്നദാനം എന്ന് പറയുന്നത് ആദ്യം വെച്ചത്. അല്ലെങ്കിൽ ആദ്യം ആത്മബോധനം വെച്ചാൽ പോരെ. അപ്പോൾ ഗുരുവിന് പറയാം, ശൂദ്രന്മാരാണ് ഇവർ 2 നേരം പ്രാർത്ഥിക്കുമല്ലോ. 2 നേരം പ്രാർത്ഥിക്കുന്നവരെ പറയാൻ പറ്റില്ല. അത് തന്നെ നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സ് അതിൽ നിന്നൊക്കെ പോകും. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ മിക്കവാറും നമ്മുടെ ആളുകൾക്ക് എന്ത് വരില്ല, കുറേ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വേറെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പലതിലേക്ക് പോകും. പക്ഷെ നല്ലൊരു ഭക്ഷണം ബിരിയാണിയൊക്കെ ആയിക്കോട്ടെ, അവിടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് നമ്മളൊരു വ്യത്യസ്തമായൊരു ഭക്ഷണമൊക്കെ ആണെങ്കിൽ എന്നും കഞ്ഞിയും ചോറാണ് അത്ര ഉണ്ടാവില്ല. നമ്മളൊരു ഇന്നലെ രാത്രിയോടെ ബിരിയാണി അങ്ങനെ പറയല്ല, അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് നമ്മളെ മനസ്സ് അങ്ങനെ അതിലേ തന്നെ വേറെ ഒന്നൊരു ശ്രദ്ധ പോലും നമ്മൾ അല്ലേ, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഓരോ കറികളെയൊക്കെ ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ടേസ്റ്റ്, ആ വാസനയൊക്കെ അനുസരിച്ചുള്ള കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ 2 പ്ലേറ്റ് ചോറൊക്കെ കഴിക്കും അല്ലേ? നല്ലോണം കഴിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രദ്ധ ഒരിക്കലും മാറിപ്പോവില്ല. അപ്പോൾ എന്താണ് സംഭവം? ആ ഒരു ശ്രദ്ധ അത് വേറൊരു ശ്രദ്ധ, അതിലേക്ക് പോട്ടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ കർമ്മം നമ്മുടെ ജീവൻ്റെ ഒരു പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതിന് ആദ്യം തന്നെ പ്രാർത്ഥിച്ചു. നമ്മൾ അരി ഇടുന്ന സമയത്ത് ഗുരു പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം നമ്മൾ ആ അരി എടുത്ത് ശരിക്കും ആശ്രമത്തിലേക്കെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അരി ഇടുമ്പോൾ നമുക്കറിയാം, നമ്മൾ അരിയെല്ലാം കഴുകി വെച്ച് 3-4 പ്രാവശ്യം കഴുകും. അത് ആ ഒരു അരിയുടെ അനുസരിച്ചാണ്. എന്നിട്ട് നമ്മൾ അത് അരി വാരി കയ്യിലെടുത്തിട്ട് നമ്മൾ 3 പ്രാവശ്യം അഖണ്ഡനാമം ചൊല്ലിയില്ലേ സങ്കല്പം ചെയ്ത് നമ്മൾ ആ ഓരോ അരിമണിയിലും ഈ ആളുകൾക്ക് എന്ത് ഗുരുവിൻ്റെ പ്രസാദമായി അവരുടെ ജീവനും വരുന്ന ആൾക്കാർക്കൊക്കെ അല്ലേ ആ നന്മയെ കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഹാരം മുഴുവൻ ചിലപ്പോൾ നമ്മളൊരു 50 പേർക്കായിരിക്കും നമ്മൾ അരി ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ അത് എല്ലാവർക്കും എത്തണ്ടേ? ആശ്രമത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്ന് എത്ര ആളിവിടെ വരും, ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മളെപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ട് ആഹാരം കഴിക്കാതെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. കഴിക്കാതെ എന്തുകൊണ്ടാണ്? അത് നമ്മളിടുന്ന അരി, അതാണ് ഗുരു പറയുന്നത്. ആ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആ ഓരോ അരിമണിയിലും ആ ഗുരുവിൻ്റെ നാമം മന്ത്രിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി മാറും? അത് ഒരു പ്രസാദമായിട്ട് മാറും. അത് ആ കഴിക്കുന്ന ആളുകളിലേക്ക് എന്ത് വരും? ആ ഭക്ഷണത്തോടൊപ്പം അവർ ജീവനിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ ആ പ്രാർത്ഥനയും സങ്കല്പവുമാണ് അതിലേക്ക് നമ്മൾ നിക്ഷേപിച്ചത്. അരി മാത്രമല്ല.
മറ്റു നമ്മളെന്ത് ചെയ്യുന്ന അരി മാത്രമല്ല നമ്മൾ ഇടുന്നുള്ളൂ. ഞാൻ അരി കഴുകി ഇട്ട്, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഭക്ഷണം നമ്മൾ ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് എത്ര ആൾക്ക് വേണം കഴിക്കാം. കഴിക്കുന്നവർക്കൊരു തൃപ്തി ഉണ്ടാവില്ല. നമ്മളെ മനസ്സ് മടിച്ചിട്ട് കഴിഞ്ഞാലോ. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പണ്ട് ഗുരു ഒരിക്കലും ഇങ്ങനെ വർക്കല ശാന്തിരി ആയിരുന്ന സമയത്ത്, അന്ന് നമുക്കറിയാം, അന്ന് ശാന്തിരി ആശ്രമത്തിൽ അങ്ങനെ അന്നദാനം തുടങ്ങാത്ത കാലഘട്ടത്തിൽ ഗുരു ശിവഗിരിയിൽ നിന്ന് മാറി വർക്കല ആ കുന്നിൻ ചെരിയിൽ ഓലക്കുണ്ടിൽ കെട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മ ഗുരുവിന് ആഹാരം വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ അമ്മയോട് ഗുരു ചോദിക്കും. അപ്പോൾ ഗുരുവിൻ്റെ കൂടെ അന്ന് കുറച്ച് പേരേ ഉള്ളൂ, അപ്പോൾ അവർക്കുള്ള ആഹാരം ഉണ്ടാവും. അപ്പോൾ അമ്മയോട് ഗുരു ചോദിക്കും, അമ്മയ്ക്ക് ബുദ്ധിമുട്ടല്ല എങ്ങനെ അത്രയും ആൾക്ക്? അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി എന്താ പറയുക, ഞാൻ ഗുരുവിന് വേണ്ടി മാത്രമേ, വീട്ടിലുള്ളവർക്കും പിന്നെ ഗുരുവിന് വേണ്ടിയുള്ള അരിയില്ലേ അതും പ്രാർത്ഥിച്ച് അത് മാത്രമേ ഇടുന്നുള്ളൂ കണ്ടോ. പക്ഷെ അത് അവിടെയുള്ള എല്ലാവർക്കും തികയും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ദിവസം അവർ കുറച്ച് സാമ്പത്തിക കുറച്ച്, അപ്പോൾ അവിടെ ഒരു ദിവസം ആ വീട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ അമ്മ എല്ലാവർക്കും ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്ന അമ്മയാണ്. പക്ഷെ ഒരു ദിവസം അമ്മ ഒരു 3 മണി കുറച്ച് സമയം വൈകി. അപ്പോൾ ഒരു ഭക്ഷണം ഒരു കുട്ടി ചോദിച്ച സമയത്ത് ആ അമ്മയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഞാൻ ഇനി ഈ കുട്ടിയെ എടുത്ത് കൊടുക്കണമല്ലോ. അതങ്ങനെ തെറ്റായിട്ട് ചിന്തിച്ചതല്ല, എന്നാലും നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ ആശ്രമത്തിലായാലും ഉണ്ടാവും, നമ്മളിങ്ങനെ ഓരോ സമയത്തേക്കല്ലേ വരിക. ആൾക്കാരറിയാലോ. അവിടെ വിളമ്പുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ വരുന്നു, മറ്റൊരാൾ, അപ്പോൾ നമ്മൾ മനസ്സിൽ തോന്നുമോ ഇയാളിപ്പോൾ. അങ്ങനെ ഒരു ചിന്ത ആ അമ്മയുടെ മനസ്സിലുണ്ടായ സമയത്ത് പിറ്റേ ദിവസം മുതൽ ഈ ചോറ് വെച്ചിട്ട് അരി തികയുന്നില്ല ഉണ്ടാവും. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പം നമ്മുടെ മനസ്സാണ് അതിൻ്റെ പ്രധാനം. മനസ്സിലായി? നമ്മുടെ ആഹാരം നമ്മൾ പാകം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ചിന്ത ആ ലെവലിലായിരിക്കണം. അതിനാണ് ഞാൻ അനുഭവം പറഞ്ഞത്. നമ്മൾ എന്ത് വെക്കുന്നു എന്നല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അത് ഇത് ഗുരുവിന് വേണ്ടിയാണ് നമ്മളത് വെക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ വീട്ടിൽ നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കഴിഞ്ഞാൽ ഒരു പിടി അരി നമ്മൾ ഗുരുവിന് വേണ്ടി മാറ്റി വെക്കും അല്ലേ? അങ്ങനെ ഒരു രീതി പണ്ടുണ്ടായിരുന്നു, പിടി അരി മാറ്റി വെക്കും. പിന്നെ നമ്മൾ ആ വീട്ടിൽ വെക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യം ചെയ്യണം, അത് ഗുരുവിന് വേണ്ടിയാണ് നമ്മൾ വെക്കുന്നത്. ഗുരുവിന് വേണ്ടി നമ്മൾ ആഹാരം വെക്കുമ്പോൾ നമ്മൾ അതിൽ എത്രമാത്രം ശ്രദ്ധിക്കും അല്ലേ? ഇത്രയും നമ്മൾ ശ്രദ്ധിക്കൂലേ? അപ്പം അങ്ങനെ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ആ ആഹാരം എന്ന് പറയുമ്പോൾ അത് കഴിക്കുമ്പോൾ അതെന്തായി മാറും? അത് ഒരു പ്രസാദമായിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഈ വികാരങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ എന്തായിരിക്കണം? ഗുരുവിനാണെന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചാൽ മതി. അല്ലാതെ നമ്മളിപ്പോൾ വേറെ പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഭാര്യയും ഭർത്താവും മക്കളും പിന്നെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കാം. പക്ഷെ നമ്മുടെ ആ നമ്മൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ആ അടുപ്പ് കത്തിക്കും. ഇപ്പോൾ അടുപ്പ് കത്തിക്കുന്നില്ല, ഗ്യാസ് സ്റ്റൗവൊക്കെ എന്തായാലും കുഴപ്പമില്ല, പോട്ടെ. ഇങ്ങനെ നമ്മൾ എത്തിച്ച് നമ്മൾ കത്തിക്കുമ്പോൾ അതിനൊരു ചിട്ടമാണ് നമുക്ക്. നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ നമ്മുടെ ആ ഓരോ കാര്യങ്ങളും വൃത്തിയായിട്ട് നമ്മൾ ആ സമയത്ത് കണ്ടില്ലേ, ഒരു ചിട്ടയായിട്ട് അതിന് ഓരോരോ ചിട്ടകളുണ്ട്. അതിന് ആ പാത്രങ്ങളായാലും അതിനെ കറിക്കരിയുന്ന രീതിയായാലും, മനസ്സിലായില്ലേ? ഓരോ രീതികൾ ഗുരു നമുക്ക് കാണിച്ചു തന്നു. ചില ദിവസമൊക്കെ സാമ്പാറിന് എത്ര വല്ല മുരിങ്ങക്കായ കിട്ടിയല്ലേ ഇട്ടു. ചില ആൾക്ക് അരിയുന്നില്ലേ, നമ്മൾ ഓരോ കഷ്ണത്തിൽ അവിയലിന് അരിയുന്ന ഒരു രീതിയുണ്ട്, സാമ്പാറിന് അരിയുന്ന. വടക്കോട്ടൊക്കെ സാമ്പാറിന് ഇത്ര നീളത്തിലരിയുന്നത് ഇവിടേക്കൊക്കെ. പക്ഷെ തിരുവനന്തപുരത്ത് അരിയുന്നത് കുറച്ച് സ്ക്വയറായിട്ടായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് അപ്പോൾ അത് അരിയുന്നത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ട്, അതെല്ലാം ഗുരു പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായി? നമ്മൾ ഓരോ ഗുരു ചെയ്യുന്നതാണല്ലോ ഓരോ കാര്യങ്ങൾ. പച്ചടി ആയാലും ഇവിടുത്തെ പച്ചടി വേറൊരു സ്റ്റൈലായിരിക്കും, അവിടുത്തെ വേറെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ രീതി ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ രീതിയൊക്കെ അങ്ങ് പോട്ടെ, അത് പോകണം. ഞാൻ പറഞ്ഞത് ഒരു യൂണിഫോമിറ്റി വേണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു കല വേണം. അപ്പോൾ ഒരു കലയെക്കുറിച്ച് അതിനൊരു കല എന്ന് പറഞ്ഞാൽ അത് കാണുന്നവർക്കും അത് കഴിക്കുന്നവർക്കും ഒരു തൃപ്തി ഉണ്ടാകണം. ഇത്ര പോകുന്ന മുരിങ്ങക്കായ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു അസമത്തിൽ നിന്നൊക്കെയാണ് പറയുന്നത്. ഒരാൾ ചെറിയൊരു ഇത് വരും. അപ്പോൾ അരിയുന്ന സ്ത്രീകളായിരിക്കാം, പറയാൻ പറ്റില്ല അവരെങ്ങനെ അരിഞ്ഞ് എന്തരിഞ്ഞെന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ നമ്മുടെ അത് ഞാൻ അടുക്കളയിലെ കാര്യം മാത്രമല്ല, ഏത് കാര്യത്തിലുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് ആ ആശ്രമ പരിചയം നമുക്കുണ്ടാവണം. അതിനാണ് നമ്മൾ ആശ്രമത്തിന് വന്ന് അടുക്കളയിൽ വന്ന് ഇതൊക്കെ പഠിക്കണം എന്ന് പറയുന്നത്. സ്ത്രീകൾ ആരും വരും അല്ലേ, ആർക്കും അറിയില്ല. അപ്പോൾ ആശ്രമത്തിൻ്റെ നമ്മൾ എവിടെ എന്താ ചെയ്യുന്നത്, അരി ഇടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കറിക്കരുന്നത് എങ്ങനെയാണ്, അതെന്ത് ചെയ്യുന്നു, അത് കാര്യങ്ങളൊക്കെ നമ്മൾ ആശ്രമത്തിൻ്റെ അടുക്കളയിൽ നിന്ന് മാതൃമണ്ഡലക്കാർ വന്ന് പഠിക്കണ്ടേ. ആശ്രമത്തിൻ്റെ അടുക്കളയിൽ പാചകം ഇപ്പം നമുക്ക് എല്ലാ സംവിധാനവും ഉണ്ട്. പല സ്ഥലത്തൊന്നും ഇങ്ങനെയുള്ള സാഹചര്യം പോലില്ല. സ്ത്രീകളൊന്നും കയറ്റൂല. അവർക്കൊക്കെ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അരിയാനൊക്കെ കൊടുക്കുള്ളൂ. അടുക്കളയിലൊന്നും പിന്നെ പുറത്തോട്ട് കയറ്റില്ല. ഞാൻ പറയാണ്, അപ്പോൾ നമ്മുടെ ആശ്രമ പരിചയം നമുക്കുണ്ടാണ്. നമ്മൾ എവിടെ വരണം, ആശ്രമത്തിൻ്റെ അടുക്കളയിൽ നിന്ന് നമുക്കൊരു പരിചയം കിട്ടണ്ടേ. ആ പരിചയമാണ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ എന്തൊക്കെ ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ അവിടെ നിന്നുള്ള ഒരു 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 പരിചയം നമ്മൾ ആർക്ക് വേണം, ഈ അമ്മമാർക്ക് വേണ്ടേ. ആ പരിചയത്തെ അവിടെ ഗൃഹസ്ഥാശ്രമം പറഞ്ഞാൽ അതാണ്. നമ്മൾ പൂജാകാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ആശ്രമത്തിൽ നമ്മൾ അടുക്കളയിൽ എന്താണോ അതായിരിക്കണം നമ്മുടെ വീടിൻ്റെ അടുക്കള എന്ന് പറയും. നമ്മൾ ഓരോ ചിന്തിച്ചു അങ്ങനെയാണോ? അല്ല. അപ്പോൾ അങ്ങനെ അല്ലാതാകുമ്പോൾ ആണ് എന്ത് വരുന്നത്, നമ്മുടെ വീടുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഈ ഭക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്നില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ മിക്കവാറും ഇരിക്കൂലേ. അപ്പോൾ അവിടെ അത് ഗുരു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അവിടെയും നമ്മളൊരു പോസിറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഭക്ഷണം ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ആശ്രമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച് തയ്യാറാക്കുന്നൊരു ഭക്ഷണം നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാവും. നമ്മുടെ മനസ്സിൻ്റെ ആ നീചത്വങ്ങളെ ഗുരു ഇല്ലാതാക്കും. അപ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ വിചാരിക്കും ഭയങ്കരമായ പ്രാർത്ഥന കർമ്മം ഇത് ചെയ്താൽ മാത്രമല്ല. ഒരു വിശ്വാസം ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലൂടെയും ഗുരു എന്ത് ചെയ്യുക, നമ്മുടെ ജീവനെ പരിവർത്തനപ്പെടുത്തുകയാണ്, മാറ്റത്തിലേക്ക് കൊണ്ടുവരാനാണ് ഗുരു ചെയ്യുന്നത്. അപ്പോൾ ഈ ഭക്ഷണം നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വീടിൻ്റെ ഒരു കർമ്മ സ്വഭാവത്തിനെ പോലും മാറ്റാൻ കഴിയുന്നതാണ് എന്ത്, ആഹാരം എന്ന് പറയുന്നത്. മനസ്സിലായി? ഒരു വീടിന് നേരത്തെ പറഞ്ഞില്ലേ, ഒരു നമ്മളെ സ്വാധീനിച്ച് നിൽക്കുന്ന ഒരു കർമ്മ സ്വഭാവമുണ്ട്. ഇത് നമ്മളെ വീട്ടിൽ പ്രവർത്തിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, പരസ്പരം തെറ്റിക്കും. പല രീതിയിൽ നമ്മുടെ ആ ഒരു മനസ്സിനെ പോലും തെറ്റിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും ഒരു വീട്ടിൽ. പക്ഷെ ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ഗുരു നമ്മളെന്താ പറയുന്നത്, നിങ്ങളൊന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കുക. നമ്മളെ വീട്ടിൽ എത്ര വീട് അങ്ങനെ കഴിക്കും? എല്ലാവരും ഒന്നുമില്ല, ചില ആൾക്കാർ ഇഷ്ടം പോലെ കഴിക്കും, ഓരോ സമയത്താണ് കഴിക്കുക. ഒരു നേരമെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക. ആ ആഹാരം കഴിക്കുന്നത് എങ്ങനെയായിരിക്കണം, ആ ആഹാരത്തിൻ്റെ ആ വെക്കുന്ന ഒരു കർമ്മമാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു ആത്മീയത ഉണ്ടാവണം അതിൽ. അപ്പോൾ മാത്രമേ ആ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നമ്മുടെ ജീവനിൽ മാറ്റം വരുള്ളൂ. നമ്മളുടെ നമ്മളുടെ ആ വീടിൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു അമ്മ, ആ ആദ്യ ഗുരുവാണെന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആ അമ്മ അറിവുള്ളെന്ന് പറഞ്ഞാൽ എന്താണ്, ലോകത്തിൻ്റെ അറിവല്ല, എങ്ങനെ ഭക്ഷണം വെക്കണം ആ അറിവാണ് ഗുരു ഉദ്ദേശിച്ചത്, എങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാതെ ഈ ലോകം മുഴുവനുള്ള അറിവുകൾ പഠിച്ചെടുക്കാനല്ല. ഒരു ആശ്രമ സ്വഭാവത്തിന് എങ്ങനെ എൻ്റെ വീടിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരറിവ് ഉള്ളവളായിരിക്കണം ആ അമ്മ. ആ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ നമ്മളൊരു സങ്കല്പം ഉണ്ടായിരിക്കണം. ഞാൻ വെറുതെ പറയല്ല. ഞാൻ ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അവരെ ഭർത്താവായിട്ട് ചെറിയൊരു പ്രശ്നത്തിൽ ആ ഭർത്താവ് അങ്ങനെ എന്തോ ഒരു കാരണമൊന്നും ഞാൻ പറയില്ല, അവരിങ്ങനെ മാറിപ്പോയി. അവർക്ക് രണ്ടാളും വിശ്വാസികളാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ ചേച്ചിക്ക് അങ്ങനെ വിഷമം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിക്കും, ശക്തമായി പ്രാർത്ഥിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവും. അങ്ങനെ മാറ്റം കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരും. ആ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അവരോട് എന്ത് ചെയ്യണം, അതുപോലെ എന്ത് ചെയ്യണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ ആ ഒരു സങ്കല്പത്തിൽ ഭർത്താവിന് നല്ല ഒരു തോന്നണേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക.
അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ തിരിച്ചു വന്നു. അതിനുശേഷം ഇവർ ഇതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ആ ഭർത്താവ് നല്ല വിശ്വാസി തന്നെയാണ്, അവരെ പ്രശ്നങ്ങളവിടെ സോൾവായി. അതുപോലെ വേറെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഭർത്താവ് ജയിലറാണ്. ജയിലർ എന്ന് അറിയാലോ, പ്രതികളൊക്കെ ഇട്ട് ഇടിക്കുന്ന സ്വഭാവം അവർക്ക്. അദ്ദേഹം വലിയ വിശ്വാസിയൊന്നുമല്ല. ഇതേ ഈ സ്ത്രീകൾ ആശ്രമത്തിന് വീട് ഭയങ്കര പ്രശ്നമാണ്. ഇവരെങ്ങനെയൊക്കെയോ വിളിച്ചും പാത്തൊക്കെ. അപ്പോൾ ഇവരെന്നോട് എന്നോട് പറഞ്ഞ്, അന്ന് ഞാൻ ബ്രഹ്മചാരി, എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്, പുള്ളി വിശ്വാസം എടുക്കുന്നില്ല, എന്നെ വിടൂല, അങ്ങനെ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പുള്ളി ജയിലർ എന്താ ആയിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറും. അദ്ദേഹം ചിലപ്പോൾ നിങ്ങൾ വിശ്വാസിയായെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് ആശ്രമത്തിൽ പോകുന്നതിന് എതിർപ്പോ ചിലപ്പോൾ അദ്ദേഹം വിശ്വാസി ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. നമ്മളെപ്പോഴും അങ്ങനെയുള്ള കുറ്റം പറയുന്ന ഒരു സ്വഭാവമാണ് പ്രത്യേകിച്ച് നമുക്കുള്ളത്. ഒരാളുടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവിനെ എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു അർപ്പണവും ആ ഒരു ആ വ്യക്തിയുടെ ഒരു ത്യാഗം എന്നതിന് പറയാം. മനസ്സിലായില്ലേ? ഒരാളെ നന്നാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ശ്രമമുണ്ട്, അതൊരു ത്യാഗമാണ്. അപ്പോൾ ആ ത്യാഗത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി? അദ്ദേഹത്തിന് മാറ്റം വന്ന് അദ്ദേഹം ആശ്രമത്തിൽ ഇടയ്ക്ക് വരാൻ തുടങ്ങി. പിന്നെ അവരെ കൊണ്ടുവിടാൻ തുടങ്ങിയാണ്ട് ഇങ്ങനെ അവർ വരിക. ആദ്യം വരൂല, ആദ്യം പോകാൻ പറയും, പിന്നെ ചിലപ്പോൾ അവിടെ കൊണ്ടുവിടാൻ വണ്ടിയിൽ വിടും. ഇത് വളരെ സത്യമായ കാര്യം ഞാൻ പറയുന്നത്. ഇവിടെ പ്രവർത്തിച്ചെന്താ, അവരാ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ മാറ്റിക്കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ. അവർക്ക് അങ്ങനെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിലൂടെ ഞാനീ പറയുന്നത്. വെറുതെ നമ്മൾ തിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതൊരു പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടുകളിലും ആ ഒരു പ്രായോഗികമാക്കണതിനെ, ഇല്ലാതെ നമുക്ക് അവരുടെ ഇരുത്തിയിട്ട് ഇങ്ങനെ കുറേ ആത്മീയം പറഞ്ഞാലൊന്നും മാറില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരെ ആത്മീയം പഠിച്ചിട്ട് മാറില്ല. ഇതിനെ മാറ്റാൻ ഒരു വഴിയുള്ളൂ. അത് ഈ ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ? ആരും കഴിക്കല്ലോ. അവർ പറഞ്ഞ് ആശ്രമത്തിൽ പോകുന്നു, ഞാൻ ഭക്ഷണം ഞാൻ കഴിക്കൂല എന്നാലും പറയും. ഭക്ഷണം കിടന്ന് ചാവും, എന്തായാലും ഭക്ഷണം കഴിക്കും. അപ്പോൾ അവിടെയാണ് നമ്മുടെ നമ്മുടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചെറിയൊരു സങ്കല്പം എൻ്റെ കൂടെ വെച്ചാൽ പോരെ, വേറെ എന്തെങ്കിലും നമുക്ക് ചിലവുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ സാമ്പാറിൻ്റെ അതേ കഷ്ണം തന്നെയല്ലേ സാമ്പാർ പൊടിയൊക്കെ ഇടുന്ന അതന്നെ. അതിനകത്ത് നമ്മൾ ഗുരുവിൻ്റെ ഒരു സ്നേഹം കുറച്ച് കൊടുത്താൽ പോരെ. ആ സ്നേഹം നമുക്ക് അവരിലൂടെ തിരിച്ച് നമുക്ക് കിട്ടും. എത്ര വലിയ വലിയ ആളുകളുണ്ട് ശാന്തിഗിരിയിൽ. അവരെയൊക്കെ ഗുരു ഇങ്ങനെ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയത് അവർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമൊന്നുമല്ല, അവിടെ എന്നും കഴിക്കുന്ന ആഹാരം കൊടുത്തിട്ടാണ് ഗുരു മാറ്റിയത്. പ്രാർത്ഥിച്ച് മാറി എത്ര ആളുണ്ടാവും? അതുപോലെ പ്രാർത്ഥിച്ച് മാറുന്ന സംബന്ധിച്ച് അദ്ദേഹം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവർ പ്രാർത്ഥിച്ച് മാറിക്കോളും. ഈ നമ്മളെപ്പോലുള്ള ആളുകൾ അങ്ങനെ ഒരു വാസന ഇല്ലാത്തവരായതുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ ഗുരു പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു ആ അന്തരീക്ഷത്തെ പോലും മാറ്റാൻ കഴിയുന്ന കാര്യമാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആ ഒരു സങ്കല്പത്തിൽ നമ്മളത് പ്രാർത്ഥിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആഹാരമുണ്ടോ? മയിൽ വന്ന് മയിലിൻ്റെ സൗണ്ടാണ്, ഐശ്വര്യത്തിൻ്റെ സൈറൺ മുഴങ്ങി. അപ്പോൾ മയിൽ പോലും വന്ന് ഇത് കേട്ടിട്ട്. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞതാ, ആ ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കത് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ ചൊല്ലുന്ന പോലെ വീട്ടിലൊന്നും നമുക്ക് ചൊല്ലാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചൊല്ലണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആഹാരം നമ്മുടെ വരുന്ന സമയം നമ്മുടെ മുന്നിൽ വരുമ്പോൾ, ഇപ്പോൾ കല്യാണത്തിന് ഞാൻ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് കൈകൂപ്പി ചില ആൾക്കാരുണ്ട്, നമ്മൾ ചില കാര്യം പറഞ്ഞു കൊടുക്കല്ലേ, നമ്മൾ ചില ഇത് അങ്ങനെ എടുക്കരുത്. അമിതമായ ചില ഭക്തി അവിടെ കല്യാണത്തിനൊക്കെ സദ്യക്ക് വരുന്ന കൈകൂപ്പി സദ്ഗമ ആൾക്കാർ അറിയും ചെങ്ങായിക്ക് ഭ്രാന്താണെന്ന് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യരുത്. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കലാക്കി നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു പബ്ലിക് ഫംഗ്ഷനൊക്കെ പോയിട്ട് നമ്മൾ ഓം സഹനാബോധം ചൊല്ലിക്കഴിഞ്ഞാൽ വിചാരിക്കുക ചെങ്ങായി കഴിക്കുന്ന ചിലപ്പോൾ
ചിക്കനൊക്കെ ആയിരിക്കും പോയിച്ച് പ്രാർത്ഥന ആയിരിക്കും. വെറുതെ അറിയുന്നില്ല. നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ശാന്തിയിൽ ആശ്രമത്തിന്റെ വിശ്വാസി വരുന്നുണ്ട്, ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ബിരിയാണി മാറ്റി വെക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ഞാനും ഞങ്ങളുടെ കുറെ എൻ്റെ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ പോയ സമയത്ത് നമ്മളൊരു വിശ്വാസി, അദ്ദേഹത്തിന്റെ മകള് മാത്രമേ വിശ്വാസിയുള്ളൂ, അദ്ദേഹത്തിന്റെ വീട്ടിലാരും വിശ്വാസിയില്ല. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ ശാന്തിയിൽ ആശ്രമത്തിന്റെ കുറെ ആളുകൾ പോയി. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് വെജിറ്റബിൾ അറേഞ്ച് ചെയ്യണം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വാസനാമയ ജഗത് സർവ്വം എന്ന് പറഞ്ഞില്ല, മറ്റേ വാസന ഇടുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ട് പോയി. പിന്നെ ഞാനും പിന്നെ ഗുരുസ്വാമി പോലെയുള്ള കുറച്ച് സാത്വികന്മാരായ കുറച്ച് ആൾക്കാർ മാത്രം. അപ്പം അദ്ദേഹം നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും ഞാൻ പറയണം. അപ്പം നമ്മളെല്ലാം അവിടെ പോയി അവരെ കഴിച്ചു. അപ്പം ഞാൻ കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു കുറച്ച് തമാശയും കൂടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളത്. അപ്പം നമ്മളെല്ലാവരും എങ്ങനെയാണ്, അപ്പം നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കും ഇവരെന്ത് കഴിക്കുന്നു അല്ലേ. അത് ശാന്തി ഇവർ നോൺ കഴിക്കുമോ. അപ്പം നമുക്ക് നോൺ കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല, കഴിച്ചോളൂ, പക്ഷെ അതിലൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മുടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും ആശ്രമത്തിലൊക്കെ ആയാലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവണം. അപ്പോൾ ഈ ഗുരു എന്ന് പറയുന്നത് നമ്മളെ എത്രയോ ഗുരു പട്ടിണി കിടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചൈനസ്വാമിയൊക്കെ അന്ന് പറഞ്ഞില്ലേ ഗുരുവിൻ്റെ ആ ഒരു ത്യാഗം എന്ന് പറയുന്നത്. എത്രയോ ദിവസങ്ങളോളം ഗുരു പട്ടിണി കിടന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം, ഈ ലോകത്തിൻ്റെ ഈ എന്താണ് ഏറ്റവും വലിയ വികാരം എന്ന് പറഞ്ഞാൽ വിശപ്പാണ് അല്ലേ. ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും ശേഷം നമ്മൾ, കാരണം ഓരോ മണിക്കൂറുകളും വിശന്നുകൊണ്ടിരിക്കുമല്ലോ ഒരു മനുഷ്യൻ. അപ്പോൾ ഈ ലോകത്തിൻ്റെ പട്ടിണി, അതിന് ഗുരു എത്രയോ പട്ടിണി കിടന്നിട്ട് എത്രയോ കാലങ്ങളോളം ഗുരു കഷ്ടപ്പെട്ട് ഗുരു പ്രാർത്ഥിച്ച് ഗുരുവിൻ്റെ ആഹാരം പോലും ഗുരു മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തപ്പോൾ അതുപോലും ആളുകൾ എന്ത് ചെയ്തു അവിടുന്ന് ഗുരുവിനെ കുറ്റപ്പെടുന്ന രീതി പറഞ്ഞില്ലേ. എൻ്റെ വിശന്ന് കരഞ്ഞു വന്ന ആ ഭക്ഷണം കൊടുത്തപ്പോൾ അപ്പോൾ ഗുരു കരഞ്ഞിട്ടുണ്ട് എത്രയോ രാത്രികളിൽ. എനിക്ക് സ്വന്തമായ ഒരു പ്രസ്ഥാനം അവിടെ കഴിക്കാനൊരു അപ്പക്കിഴങ്ങുണ്ടെങ്കിൽ ഞാനത് ലോകമക്കളുമായി പങ്കുവെക്കും അല്ലേ. ഗുരുവിൻ്റെ ആ വേദനയാണ് ഇന്ന് നമ്മൾ കാണുന്ന അശാന്തിയിലെ അന്നദാനം പറയുന്നത്. അങ്ങനെ ഞാനൊരിക്കൽ ശാന്തിയിലെ ആശ്രമത്തിൽ വിവാഹത്തിന് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിശ്വാസിയാണ്, ഭർത്താവ് വിശ്വാസിയല്ല. അദ്ദേഹം വിശ്വാസിയായി അന്ന്. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറാണ്, കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ആശ്രമമായതുകൊണ്ട് ആളുകൾ കൂടുതൽ പോകും. അങ്ങനെ പോയ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഭക്ഷണത്തിനാണല്ലോ തയ്യാറെടുക്കുക. അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശാന്തി അറിയാമല്ലോ, നമ്മൾ ആദ്യം ഇലയൊക്കെ വെച്ച് വെള്ളം വിളമ്പും, ചോറ് മാത്രം വിളമ്പൂല, ബാക്കി സൈഡുകളൊക്കെ വിളമ്പിന് ശേഷം ഒരു മാമൻ വന്നിങ്ങനെ ഡോറ് തുറക്കും. അപ്പോഴാണ് നമ്മൾ കയറുക, നോക്കണം. അപ്പോൾ ഈ മാമൻ ഇങ്ങനെ ഡോറ്, അപ്പം ഞാനിങ്ങനെ പുതിയ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ആശ്രമത്തിൽ. ആ കല്യാണത്തിന് ഒരുപാട് ആൾക്കാർ വരില്ലേ. നമ്മളെന്തൊക്കെയാ പറയാ, ആശ്രമം എന്ന് പറഞ്ഞാൽ അന്നദാനം, ഭയങ്കര ചിട്ട പ്രാർത്ഥന, അതൊക്കെയല്ലേ പറയാ. പക്ഷെ ഈ ഡോറും കൂടെ തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ വിശ്വാസികളുടെ കാര്യം അറിയാലോ, ഇവരെല്ലാം ഇടിച്ചങ്ങോട്ട് കയറി. ഈ കല്യാണം കഴിഞ്ഞ ആളെന്ന് പറഞ്ഞാൽ വിശ്വാസിയും കൂടി അല്ല, അവരെ കയറ്റണ്ടേ. ചെറുക്കനൊക്കെ തള്ളി മാറ്റി ഇതങ്ങോട്ട് തുറന്ന സമയത്ത് മാമനൊക്കെ ഇടിച്ച് വീഴ്ത്തി. ആ പാവ മനുഷ്യൻ തറയിൽ വീണ് അയാളെ ചവിട്ടി കൂട്ടി എല്ലാവരും ഓടിപ്പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഗുരു എത്രയോ ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. ആ ഗുരുവിന് ശിഷ്യന്മാർക്ക് രാവിലെ ഫുള്ള് കഴിച്ചു വന്ന ആൾക്കാർ ഉച്ചക്കത്തെ കാര്യം പറയുന്നത്. കല്യാണം 11:30 കഴിഞ്ഞ് 12 മണി ആയിട്ടേ ഉള്ളൂ, ഉച്ച 2 മണിയൊന്നും ആയില്ല. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത ഇടിച്ച് കയറും. ഇപ്പൊ ടിക്കറ്റ് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അവൻ ലൈന് നിൽക്കൂല, ആ മോളിൽ കൂടെ പോയിട്ട് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം, ഇങ്ങനെ തിരക്കുണ്ടാക്കുക. ഇവിടെ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ. അപ്പം ഞാനിങ്ങനെ ആ പുതിയ ആൾക്കാരൊക്കെ എങ്ങനെ നോക്കുക, കല്യാണ ചെക്കന് ഒരു സീറ്റില്ല. ചെക്കനും പെണ്ണ് ഇരുന്നിട്ട് അവർക്ക് ഗുരു പറഞ്ഞ സമയത്ത് വീട്ടിൽ കയറണ്ടേ, നമുക്ക് കയറണ്ടല്ലോ. അവരോട് ഗുരു പറഞ്ഞിട്ടുണ്ടാവും 1:30 മണിക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ടാവും, 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവർ വീട്ടിൽ ചെല്ലണ്ടേ, ഈ ട്രാഫിക് ബ്ലോക്ക് ഇടയിൽ കൂടെ പോയിട്ട് അവിടെ എത്തണം. അതിനുവേണ്ടി നോക്കുമ്പോൾ സമയത്ത് ചെക്കനും പെണ്ണിനും സീറ്റില്ല. അയാളെ സ്ഥിതി എന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ നമ്മുടെ ഒരു ആക്രാന്തം എന്ന് പറഞ്ഞൂടാ, എന്തായാലും പറയാ. അപ്പൊ അവിടെ എന്തായി, ഗുരുവിന്റെ ആ ത്യാഗം അവിടെ എന്തായി.
പോയില്ലേ? ഞാൻ പിന്നെ 2-3 പന്തി അതിൻ്റെ കഴിച്ചത്. എനിക്കിത് കണ്ട ഭയങ്കര വിഷമമായി. ഈ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ എത്രയോ പരിചയമുള്ള ആൾക്കാരാണ്, പഴയ ആൾക്കാരാണ്. കൊല്ലത്തൊക്കെ പഴയ ആൾക്കാരറിയാലോ. ഭക്ഷണ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, ബാക്കി എന്ത് നിങ്ങൾ പറഞ്ഞോളി. ഞാനിത് പറഞ്ഞെന്താ വെച്ചാൽ, നമ്മുടെ ആഹാരത്തിന് നമ്മൾ ആ മാമൻ അവിടെ വീണില്ല, അയാൾക്ക് എത്ര വിഷമമായി ഉണ്ടാവും അല്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും. എന്ത് മനുഷ്യന്മാരാണ്. പുതിയ ആൾക്കാരൊന്നും ഞാൻ നോക്കി വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഡീസന്റ്, പുറത്തു വന്നേ അവരൊക്കെ ഇങ്ങനെ എന്ത് കണ്ടിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഇത് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഏതെങ്കിലും കല്യാണം നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയാൽ, അമ്പലത്തിൽ പോയാൽ ആണല്ലേ ആരെങ്കിലും ഇടിച്ച് വീഴുമോ? ഇല്ല. ഞാൻ നമ്മളെ കുറ്റപ്പെടുത്തി പറയല്ല, നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നാളെ ഇവിടെയും നമ്മളത് പാലിക്കാൻ വേണ്ടി പറയാം. ഇടിച്ചു കയറരുത്. ഒരു ആൾക്കാർ വന്ന് അവർക്കാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടത്. അത് ഞാൻ 25 വർഷമായി ഞാനേ ഇരിക്കും ആദ്യം. എനിക്ക് ഫസ്റ്റ് പന്തിയിൽ ഫസ്റ്റ് സീറ്റ് അവിടെ തന്നെ ഇരിക്കണം. ആ സീറ്റ് വേറെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. ഞാൻ ഇവിടെ ഇരിക്കുകയുള്ളൂ. എനിക്ക് പിന്നെ ചില ആൾക്കാർ പറയും, ഓ പായസം 2 പായസം, ഒരു പായസം കിട്ടിയില്ല, എനിക്ക് 2ാമത്തെ പായസം കിട്ടിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാനിതിപ്പോൾ വെറുതെ പറയുന്നില്ല, എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള പായസക്കാരും പോട്ടെ, ഞാൻ ആവശ്യമായി പറഞ്ഞാണ്. അങ്ങനെയാണ് നമ്മുടെ ചിന്താഗതി അല്ലേ? 2ാമത്തെ പായസം എനിക്ക് കിട്ടിയില്ല, അത് വേറെ ഒരാൾ കുടിച്ചിട്ടുണ്ടാവും, അവന് കിട്ടിയെന്ന് വിചാരിക്കണ്ടേ? അങ്ങനെ വിചാരിക്കോ? എനിക്ക് കിട്ടിയില്ല അത് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സമയമായോ? അതാണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയും സ്വാമി ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞത്രേ. സമയമായി. നിങ്ങളെ കാത്ത് മണിയടിക്ക്, ആ മണിയടി കേട്ടും ഒരു സന്തോഷമായിരിക്കും അല്ലേ? വേറെ മറ്റേ മണിയല്ല, നമ്മളെ ഭക്ഷണത്തിന്റെ മണിയില്ലേ, ആ മണി കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെഡിയായി. അപ്പോൾ ഇപ്പൊ സമയം 1:30, 1:35. ഇനിയിപ്പോൾ കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കുറേ ആഴ്ചകൾ വേണം ഈ ഭക്ഷണത്തിന്റെ തന്നെ. അതേ റെഡിയാക്കിയിട്ടുള്ളൂ, ബാക്കി കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ റെഡി ആവില്ല അല്ലേ? ശരിയല്ലേ? നമ്മൾ ഇതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ റെഡിയായി. അപ്പം നമ്മുടെ ആ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതാ ഗുരു പറഞ്ഞു, അതിന് നിങ്ങൾ മാനിക്കണം, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ ആദരിക്കണം. കാരണം അത് എത്രയോ ആളുകളുടെ പ്രയത്നമാണ് അല്ലേ? നമ്മുടെ മുന്നേ വരുന്ന അരി നമ്മൾ ഉണ്ടാക്കിയാണോ? ആന്ധ്രയിലുള്ള ഏതോ ഒരു കർഷകൻ അല്ലേ? നമ്മളൊരു പണിയും ചെയ്യില്ലോ, നമ്മൾ പൈസ എടുത്തല്ല വാങ്ങുള്ളൂ. നമ്മൾ വീട്ടിൽ കൃഷിയൊന്നുമില്ല. ആ മനുഷ്യൻ്റെ ഈ അരിയുടെ പിന്നിൽ ഒരു അരിയുടെ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നത്. നമ്മൾ എന്തിനാണ് അതിനെ മാനിച്ചിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് പറയുന്ന സത്സംഗം ഞാൻ അവസാനിപ്പിക്കും. അത് വലിയ വിഷയമാണ്, അടുത്ത ആഴ്ച ചർച്ച ചെയ്യണം. അപ്പോൾ ആ അരിമണിയുടെ പുറകിൽ അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ പുറകിൽ അല്ലേ, ഓരോ വെജിറ്റബിളും നമ്മളുണ്ടാക്കിയതല്ല, അത് 100 കണക്കിന് ആളുകളുടെ പ്രയത്നമാണ്. അത് കൃഷി ചെയ്ത ഒരാളായിരിക്കാം, ആ ഭൂമി വേറെ ഉള്ളതായിരിക്കാം, വിത്ത് വേറെ ആയിരിക്കാം. അതങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഇത് അരിയായി, അതിനെ ലോഡ് ചെയ്ത് പാക്ക് ചെയ്ത് അത് കേരളത്തിലെത്തി, അവിടുന്ന് റേഷൻ കടയിൽ വരുന്നു അല്ലേ? ചിലപ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങുന്നു, തരുന്ന വേറെ ആളായിരിക്കും, വീട്ടിലെത്തുന്നു, നമ്മൾ പാചകം ചെയ്യുന്നത്. ഇതിന് പിന്നെ 1000കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 1000കണക്കിന് ആളുകൾക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരു നന്മ കിട്ടുന്ന എപ്പോഴാണെന്നറിയോ? ആ അരി ഇങ്ങനെ ഗോഡൗണിൽ കിടന്നൊരു കാര്യമുണ്ടോ? അത് ചോറായിട്ട് ഒരു മനുഷ്യൻ കഴിക്കുമ്പോൾ, ആ കഴിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ? ഇതിൻ്റെ ആ ഒരു സമർപ്പണമുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന ചെയ്ത് അത് കഴിക്കുമ്പോൾ അവന് എന്തുണ്ടാവും? കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ലേ? മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ലേ? അതിൻ്റെ മുന്നേ നമ്മളൊരു പ്രാർത്ഥന, ദൈവമേ. അപ്പം ഓരോരുത്തരും ഓരോരോ സങ്കല്പമാണ്. ഓരോ ആളുകൾക്ക് ഓരോ സ്വഭാവത്തിലായിരിക്കും. ചിലർക്ക് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഗുരുവിൻ്റെ ചിക്കത്ത് പ്രവർത്തിക്കാൻ കഴിയണേ, എന്നെ തെറ്റിലേക്ക് കൊണ്ടുപോയി ഗുരുവിൻ്റെ ആ വഴിയിലൂടെ നയിക്കാൻ ഈ ഭക്ഷണത്തിലൂടെ എൻ്റെ ജീവനൊരു എനർജി ആയിട്ട് വരണേ. അത് ഓരോ രീതി. ചില ആളുകൾ നമ്മൾ കുടുംബത്തിൻ്റെ രീതിയിൽ പ്രാർത്ഥിക്കില്ല, എൻ്റെ കുടുംബത്തിന് അത് എടുക്കാൻ പറ്റും. ചില ആളുകൾ ചിന്തിക്കും, ഭക്ഷണം കഴിക്കുന്ന ചിന്തിക്കും, ദൈവമേ ഈ ഭക്ഷണം എത്രയോ ആളുകൾക്ക് പട്ടിണി കിടക്കുന്നില്ലേ? ലോകത്തിൽ എത്രയോ അമ്മമാർ
നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന അമ്മമാരില്ലേ? എത്ര അമ്മമാരുണ്ടാവും നമ്മൾ ഈ ഇന്ത്യയിലല്ല പറയുന്നത്, നമ്മുടെ ലോകത്തിലാണ് പറയുന്നത്. ഓരോരോ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന കുട്ടികളില്ലേ? ദൈവം എനിക്ക് ഈ ഭക്ഷണം കിട്ടുന്നത് പോലെ ഈ ലോകത്ത് എല്ലാവർക്കും ഭക്ഷണം കിട്ടണമെന്ന് നമ്മൾ ചിന്തിച്ചൂടെ? അല്ലേ? ലോകത്തിൻ്റെ പട്ടിണി മാറണമെന്ന് ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിച്ചൂടെ? ഭക്ഷണം കഴിക്കാത്ത ഒരാളെ ചിന്തിച്ചിട്ട് കാര്യമില്ല, കാരണം അവനെ ഗതിയില്ല. കഴിക്കുന്ന ഒരാളാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? കൊണ്ട് നിറഞ്ഞവൻ വേണം എന്ത് ചെയ്യാൻ? ഉരുള കൊടുക്കാൻ, അല്ലാതെ ആരും കൊടുക്കും? അപ്പം നമ്മുടെ ഒരു പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ, ആ ഒരു നമ്മുടെ മനസ്സിൽ എന്താണ് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവണം. പിന്നെ കുറച്ചും കൂടി അപ്പുറത്തോട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ചില ആൾ ഗുരു കഴിച്ചിട്ടുണ്ടാവുമോ നോക്കണം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തയാണ് ഇപ്പോൾ ഗുരുസ്ഥാനിയെ കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പറയില്ല, ചിന്തിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും സമയം അപ്പോൾ നമ്മൾ ചായ കുടി, അപ്പം നമ്മൾ അതെന്താണ് അതിലൊരു ആ ഭക്ഷണത്തിലേക്ക് അതിൻ്റെ ഒരു നിറവാട് വന്ന് ചേരും. അല്ലേ? നമുക്കിപ്പോൾ അങ്ങനെ ചിന്തിച്ചൂടെ? നമ്മൾ ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഗുരു കഴിച്ചു എന്ന് ചിന്തിച്ചൂടെ? എത്ര ആൾ ചിന്തിക്കും? ഭക്ഷണം കിട്ടുമ്പോഴേ എങ്ങനെയും കഴിക്കാതെ ഇതൊക്കെ ഇപ്പോൾ ചിന്തിക്കാനുള്ള സമയമുണ്ടോ? ഈ ലോകത്തിൻ്റെ പട്ടിണി മാറണേ ദൈവമേ എന്ന് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അതെന്തായി മാറും? ഗുരുവിൻ്റെ ഒരു സങ്കല്പമാണ് ഞാൻ പറയുന്നത്, ഗുരുവിൻ്റെ ആഗ്രഹമാണത്. ഗുരു നമുക്ക് മാത്രമല്ല ഭക്ഷണം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഈ ലോകത്തിൻ്റെ പട്ടിണി മാറണം. ഓരോ അമ്മമാരും തൻ്റെ കുട്ടിയെ ഭക്ഷണം കഴിക്കാനില്ല വിഷമിക്കുമ്പോൾ ഗുരുവിന് വിഷമം ഉണ്ടാവില്ലേ? നമ്മളെ പരമ്പരയിലല്ല ഞാൻ പറയുന്നത്, നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ വിശ്വാസികൾക്ക് മാത്രമായിട്ടല്ല ഇത് ഗുരു, അല്ലേ? ഗുരു എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ നാഥനാണ്. അപ്പോൾ ആ കർമ്മഗതി മാറിപ്പോണേന്ന് ചിന്തിക്കണം. ആര് ചിന്തിക്കണം? ആ വീട്ടിലെ ആ അരിയിടുന്ന അമ്മയായാലും കഴിക്കുന്ന അച്ഛനായാലും മക്കളായാലും എന്ത് ചെയ്യണം? ആ പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ആ നന്മ കിട്ടൂലേ? നമ്മളൊരിക്കലും കാണാത്തൊരു മനുഷ്യനായിരിക്കും. ആ ആന്ധ്രയിൽ ഏതോ ഒരു നെൽപ്പാടത്ത് വിത്ത് വിതച്ച ഒരു മനുഷ്യൻ്റെ അല്ലേ ആൾക്ക് എന്ത് കിട്ടും? ആ നന്മ കിട്ടൂലേ? അത്രയും വലിയ കാര്യമാണ് നമ്മളിങ്ങനെ കഴിക്കുന്നത്. നമ്മളിപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പൈസ ഉണ്ട്, നമ്മൾ പോയി മേടിക്കുന്നു, അല്ലേ? അതെൻ്റേതാണെന്ന രീതിയിൽ. അങ്ങനെയല്ല, അതൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമുക്കൊരിക്കലും അല്ല ലോകത്തിനെ ആശ്രയിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ചൊല്ലുന്ന ഈ കാറ്റായാലും ഈ ഫാനായാലും എല്ലാം നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ തന്നെ അതൊക്കെ ഓരോ ആളുകളുടെ അതിൻ്റെ പിന്നിൽ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ അത്രയും ഒരു ആഴത്തിലേക്ക് നമ്മൾ ഈ വിഷയം നമുക്ക് കുറച്ചുകൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അത് വെറുതെ ഇപ്പോഴും പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഈ വിഷയം ഇത് തന്നെയാണ്. ആ ഒരു ആഹാരത്തിൻ്റെ നമ്മുടെ ലോകത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സങ്കല്പം അതിലുണ്ട്. അത് നമ്മുടെ തലമുറകൾക്കും നമ്മുടെ എത്രയോ ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു കർമ്മമാണ് നമ്മളുടെ ഒരു പ്രാർത്ഥന കൊണ്ട് കിട്ടുന്നത്. നമുക്ക് മാത്രമല്ല, മനസ്സിലായി? ആ പ്രാർത്ഥന ചെയ്യുമ്പോൾ അവർക്കും കൂടി കിട്ടണം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയം നമ്മൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ എന്താണ്, ഈ ആഹാരം നമ്മൾ വയറ് നിറയുന്നതോടൊപ്പം നമ്മുടെ മനസ്സും കൂടി നിറയുമ്പോഴാണ് നമ്മുടെ ജീവനിലേക്ക് ആ മാറ്റം വരുന്നത്. അപ്പോൾ ജീവൻ്റെ പ്രസാദമായത് മാറണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഇനിയും അടുക്കളയിലെ കുറേ കാര്യം പറയാനുണ്ട്. അടുക്കളയിലെ സൂക്ഷിപ്പ് പല വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അത് അടുത്ത ആഴ്ച പറയാം. അവർ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അതിൻ്റെ ക്ലാസ് അടുത്ത്, മനസ്സിലായില്ലേ? നമ്മുടെ തുണികളൊക്കെ ഉണ്ടേ, അത് ഞാൻ ഇപ്പോൾ പറയുന്നത് ജസ്റ്റ് ഒന്നൊരു ഇത് അടുത്ത ആഴ്ചത്തേക്കുള്ളൊരു ഇത് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇല്ല സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ മോൻ തുടയ്ക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അങ്ങനെ പല കാര്യം നമുക്ക് പഠിക്കാനുണ്ട്, അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഭക്ഷണ പ്ലേറ്റിൻ്റെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് നല്ല ടൈമാണ്. മണി അടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത്രയും സമയമായല്ലോ. അപ്പോൾ ഓരോ ആഴ്ചകൾ ഇതിവിടെ അവസാനിക്കുന്നില്ല, ഒരു തുടർ പരമ്പരയാണ്. അതിൽ എന്താണ് മാതൃമണ്ഡലം മാത്രമല്ല, ഈ എല്ലാവർക്കും അത് ബാധകമാണ്. അച്ഛന്മാരൊക്കെ അവർ ചെയ്യുന്ന കർമ്മത്തിൽ
അപ്പോൾ അതിൻ്റെ കൂടെ ക്ലാസ്സുകൾ വരും ഇനി അച്ഛന്മാരുടെ റോൾ എന്താണ് അടുക്കളയിൽ. കാരണം ശാന്തിഗിരി ആശ്രമത്തിൽ മറ്റു പരമ്പര പോലെയില്ല. നമുക്ക് സ്ത്രീകൾക്ക് ആ സമയം വരുമ്പോൾ സഹായിക്കേണ്ട ആരാ? പുരുഷന്മാരാണ് അല്ലേ. അവരിങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് ക്ലാസ്സുണ്ട്. അപ്പോൾ അത് അവരും പഠിച്ചിരിക്കണം. ശാന്തിഗിരി ആശ്രമത്തിലെ ഭർത്താക്കന്മാർ നല്ല കൈ കഴുകിയിരുന്ന് ഇങ്ങനെ കഴിക്കുന്ന ആളുകളായി മാറില്ല. അവർക്കും പാചകം അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് നമ്മളെ പരമ്പരയിൽ. മറ്റു പരമ്പരയിൽ വേണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ആ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു നമ്മൾ അടുത്ത സത്സംഗത്തിൽ നമ്മൾ സംസാരിക്കും. എന്തായാലും നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇത് എഴുതി വെച്ചൊന്നുമല്ല, അത് ഗുരുവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് വന്നു ചേരുന്നതാണ്. അപ്പോൾ അത് ആ വാക്കുകളിലെല്ലാം ഗുരുവിൻ്റേതാണ്, എൻ്റേതല്ല. അപ്പോൾ ആ വാക്കുകൾ ഗുരുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുശൻ ഒരു നന്ദി. ഒരു ആരാ